വിദേശത്ത് നിന്നുള്ള മകൻ്റെ ഫോൺ വിളികൾ ഇനി സാജൻ വില്ലയിലേക്ക് എത്തില്ല. എന്നും രാത്രി 8:30 മകൻ സാജൻ്റെ വിളികളുമായി ഫോൺ ബെല്ലടിച്ചിരുന്നു. അമ്മയോട് വിശേഷങ്ങൾ പറയാൻ, അച്ഛൻ്റെ സുഖവിവരം അന്വേഷിക്കുവാൻ, സഹോദരിയുടെ വിശേഷങ്ങൾ അറിയാൻ. മകനോട് ഇതെല്ലാം പറയുവാൻ ആ മാതാവ് അക്ഷമയോടെ കാത്തിരിക്കുമായിരുന്നു. ഇനി സാജൻ വിളിക്കില്ല. വിശേഷങ്ങൾ പറയാനും അറിയാനും ഇനി സാജനില്ല. കടൽ കടന്ന് പതിവായി എത്തുന്ന മകൻ്റെ ഫോണും കാത്ത ആ മാതാവ് ഇനി കാത്തിരിക്കില്ല. കാരണം മറുതലയ്ക്കൽ സാജനില്ല. വ്യാഴാഴ്ച രാവിലെയോടെ നരിക്കൽ ഗ്രാമത്തെ കണ്ണീരിലാഴ്ത്തിയാണ് ആ വിയോഗ വാർത്തയെത്തിയത്. ഒരു നാടിൻ്റെ മുഴുവൻ ദുഃഖമായി മാറി സാജൻ ജോർജിൻ്റെ വിയോഗം. ഏറെ പ്രതീക്ഷകളോടെ വിദേശത്തെത്തിയ സാജൻ്റെ ദാരുണാന്ത്യം സത്യമാകരുത് എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോഴും ആ കുടുംബം. നരിക്കൽ വാഴവിള സാജൻ വില്ലയിൽ ജോർജ് പോത്തൻ്റെ മകൻ 29 വയസ്സുള്ള സാജൻ ജോർജ് കുവൈറ്റിലെത്തിയിട്ട് 1 മാസമേ പിന്നിടുന്നുള്ളൂ. പ്രവാസ ജീവിതം സ്വപ്നം കണ്ട യുവാവ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയപ്പോൾ കുടുംബത്തിനും സ്വന്തം നാടിനുമെല്ലാം ഇത് തീരാ ദുഃഖമായി മാറി. അപകടത്തിന് ശേഷം ഇന്ത്യൻ എംബസി പുറത്തുവിട്ട വിവരങ്ങളിൽ സാജൻ ജോർജിൻ്റെ പേരുമുണ്ടായിരുന്നു. ഏറെ വൈകിയാണ് സ്ഥിരീകരണവുമുണ്ടായത്. എംടെക്കിൽ ബിരുദാനന്തര ബിരുദം നേടിയ സാജൻ അധ്യാപകനായും പോസ്റ്റ് ഓഫീസ് ജീവനക്കാരനായും താൽക്കാലികമായി ജോലി ചെയ്തിരുന്നു. വിദേശത്തെത്തി മികച്ച ജോലി ലഭിച്ച നന്നായി ജീവിക്കാമെന്ന പ്രതീക്ഷയായിരുന്നു ആ യുവാവിന്. സാധാരണ കുടുംബത്തിലെ അംഗമായ സാജന് നാട്ടിൽ ഏറെ സൗഹൃദങ്ങളുമുണ്ടായിരുന്നു. സാജൻ്റെ മരണവാർത്ത അറിഞ്ഞ നൂറുകണക്കിന് ആളുകളാണ് വാഴവിളയിലെ ഭവനത്തിലേക്ക് എത്തുന്നത്. അലമുറയിട്ട് കരയുന്ന മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുവാൻ ബന്ധുക്കളും സുഹൃത്തുക്കളും ഏറെ പാടുപെടുന്നുണ്ട്. സാജൻ ജോർജിൻ്റെ മൃതശരീരം നാട്ടിലെത്തുന്നതും കാത്തിരിക്കുകയാണ് ജന്മദേശം. സാധാരണ കുടുംബത്തിൽ പിറന്ന മാതാപിതാക്കൾക്ക് ഏക മകനിലായിരുന്നു പ്രതീക്ഷ. ആ പ്രതീക്ഷകളാണ് ഒരു ദിവസം കൊണ്ട് തകർന്നു പോയത്. നല്ല ഫലം പൂർത്തിയായതിനെ കൊണ്ടുപോകുന്നു. ഓ 29 വയസ്സ് വരെ 28 വയസ്സ് ഏപ്രിലായി. അത് കഴിഞ്ഞാൽ എൻ്റെ മോൻ പോയത്. അയ്യോ അയ്യോ ദൈവമേ, എന്തിനാണ് ഞങ്ങൾ പറഞ്ഞു വിട്ടാനെ ഇവിടെ പഠിപ്പിച്ച. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.